ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ്, സെറ്റിംഗ് അപ്പ് ഓഫ് എ ട്രാവൽ ഏജൻസി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സെറ്റിംഗ് അപ്പ് ഓഫ് എ ട്രാവൽ ഏജൻസി. അതായത് ഒരു ട്രാവൽ ഏജൻസി ബിസിനസ് സെറ്റ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്, എവിടെ നിന്നൊക്കെയാണ് ലൈസൻസ് എടുക്കേണ്ടത്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യണം, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സെറ്റിംഗ് അപ്പ് എ ട്രാവൽ ഏജൻസി. Okay, for setting up a travel agency, one has to take into account the following aspect. ഇനി പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചറൽ ആൻഡ് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ്, അപ്രൂവൽ ഫ്രം കൺസേൺഡ് ബോഡീസ്, റെക്കഗ്നിഷൻ ഫ്രം പ്രിൻസിപ്പൽ സപ്ലയേഴ്സ് ആൻഡ് ഇൻസെൻറ്റീവ്സ് ആൻഡ് ബെനിഫിറ്റ്. അപ്പോൾ ഒരു ട്രാവൽ ഏജൻസി, നമുക്കിപ്പോൾ ഒരു ട്രാവൽ ഏജൻസി ഉണ്ടാക്കാനായിട്ടൊരു പ്ലാനുണ്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചറൽ ആൻഡ് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ്, അപ്രൂവൽ ഫ്രം കൺസേൺഡ് ബോഡീസ്, റെക്കഗ്നിഷൻ ഫ്രം പ്രിൻസിപ്പൽ സപ്ലയേഴ്സും, അതുപോലെ തന്നെ ഇൻസെൻറ്റീവ്സ് ആൻഡ് ബെനിഫിറ്റും. ഓക്കെ, ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചറൽ ആൻഡ് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഫോർ സ്റ്റാർട്ടിങ് അപ്പ് എ ന്യൂ ബിസിനസ് ഇൻ ദിസ് ഏരിയ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ആർ നോട്ട് വെരി ഹൈ. ഓക്കെ, അപ്പോൾ ഏതൊരു ബിസിനസ് തുടങ്ങുന്നതിനും നമുക്ക് എന്താണ് മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്, അല്ലേ? ബട്ട് ഇൻ ദ കേസ് ഓഫ് ട്രാവൽ ഏജൻസി ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഈസ് നോട്ട് വെരി ഹൈ. ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ വലുതല്ല. നമുക്ക് വളരെ വലിയ രീതിയിലുള്ളൊരു ക്യാപിറ്റലൊന്നും വേണ്ട, കുറച്ച് ചെറിയ ഒരു തോതിലുള്ള ക്യാപിറ്റൽ മാത്രം മതി. ദ റിക്വയർമെൻറ്റ്സ് ഇൻ ദിസ് റിഗാർഡ് റിക്വയർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ദ ഫോളോയിങ്. ഇനി അത് എവിടേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യണം നോക്കിക്കേ. ഒന്ന് ബൈയിങ് ഓർ ഹയറിങ് ഓഫ് ഓഫീസ് സ്പേസ്. നിങ്ങളൊരു ട്രാവൽ ഏജൻസി കണ്ടിട്ടുണ്ട്, ചില വലിയ വലിയ ട്രാവൽ ഏജൻസികളും ചെറിയ ചെറിയ, ചിലപ്പം ഒരു ചെറിയ റൂമിലായിരിക്കും ആ ട്രാവൽ ഏജൻസി ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ വലിയ ട്രാവൽ ഏജൻസി ഒക്കെ ആണെങ്കിൽ വലിയ ബിസിനസ് ഓർഗനൈസേഷൻ, വലിയ ഒരു കുറച്ച് നല്ലൊരു ഫ്ലാറ്റ് പോലെ അല്ലെങ്കിൽ നല്ലൊരു കുറേ ബിൽഡിങ്ങുകൾ കാണും. പക്ഷേ ഒരു ചെറിയൊരു ട്രാവൽ ഏജൻസി ആണെങ്കിൽ ഒന്നോ രണ്ടോ റൂമിലായിരിക്കും നിൽക്കുന്നത്, അല്ലേ? അപ്പോൾ അതൊന്നുകിൽ ബൈ ചെയ്യണം, അല്ലെങ്കിൽ അതെന്ത് ചെയ്യണം, ഹയർ ചെയ്യണം, അല്ലേ? അപ്പോൾ ഒന്നാമതെന്ന് പറഞ്ഞാൽ എന്താണ്, ബൈയിങ് ഓർ ഹയറിങ് ഓഫ് ഓഫീസ് സ്പേസ്. രണ്ട്, ഓഫീസ് ഫർണിച്ചർ ആൻഡ് ഫർണിഷിങ്, അല്ലേ? ഓഫീസിൽ വേണ്ട ആൾക്കാർക്ക് വരപ്പോൾ ഇരിക്കാനും അവിടെയുള്ള എംപ്ലോയീസ് ഇരിക്കാനും വേണ്ടിയിട്ടുള്ള ഫർണിച്ചർ വേണം. കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സ് ലൈക്ക് ഫാക്സ്, ടെലഫോൺ, സെറോക്സ്, കമ്പ്യൂട്ടേഴ്സ്, അത് വേണം. സാലറീസ് ഫോർ ദ സ്റ്റാഫിന് സാലറി കൊടുക്കണം. ഓഫീസ് മെറ്റീരിയൽ ലൈക്ക് ഫയൽസ്, ലേബിൾസ്, പ്രൊമോഷണൽ ബ്രൗഷേഴ്സ്, ലെറ്റർ ഹെഡ്, എക്സെട്ര. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫ്രാസ്ട്രക്ചറൽ ആൻഡ് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ്. ഇൻഫ്രാസ്ട്രക്ചറൽ റിക്വയർമെൻറ്റ്സിൽ നമുക്ക് ഓഫീസും അതുപോലെ തന്നെയുള്ള ഫർണിച്ചറും ഒക്കെ വേണം. ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, പിന്നെ സാലറി കൊടുക്കണം, അല്ലേ? സ്റ്റാഫിന് സാലറി കൊടുക്കണം, ഓഫീസ് മെറ്റീരിയൽസ് മേടിക്കണം. ഇതൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് വേണ്ടത്. These capital requirements are not too high, and because of this we find a number of persons entering the business. അപ്പോൾ ഇപ്പോൾ ഇതിനൊന്നും ഒരു റൂം ബൈ ചെയ്യണേനോ, അല്ലെങ്കിൽ ഓഫീസ് സ്പേസ് ബൈ ചെയ്യണേനോ, മേടിക്കുന്നതിനോ, അല്ലെങ്കിൽ ഫർണിച്ചർ മേടിക്കുന്നതിനോ, കമ്മ്യൂണിക്കേഷൻ എക്സ്പെൻസുകളോ ഒന്നും വലിയ ഒരു ചിലവല്ല. അതുകൊണ്ടാണ് മിക്കപ്പോഴും ഒരുപാട് ആൾക്കാർ ഈ ട്രാവൽ ഏജൻസി ബിസിനസ്സിലോട്ട് കടന്നു വരുന്നത്. അപ്പം മനസ്സിലായല്ലോ, ഒന്നാമെന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫ്രാസ്ട്രക്ചറൽ ആൻഡ് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ്. ഓക്കെ, നോക്കിക്കേ. ഇനി രണ്ടാമതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്, ട്രാവൽ ഏജൻസി നമ്മൾ തുടങ്ങുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്താണ്, ലൊക്കേഷൻ ഓഫ് ദ ഏജൻസി, അല്ലേ? ലൊക്കേഷൻ ഓഫ് ദ ഏജൻസി എന്ന് പറയുമ്പം ആ ഒരു ഓഫീസ് അല്ലെങ്കിൽ ആ ഒരു ട്രാവൽ ഏജൻസി സിറ്റുവേറ്റ് ചെയ്യുന്ന ഏരിയ. അപ്പോൾ ആ ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ ഒരു റൂറൽ ഏരിയയിൽ കൊണ്ടുപോയി നമുക്ക് ട്രാവൽ ഏജൻസി തുടങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരു മാർക്കറ്റ് സ്പേസിൽ അല്ലെങ്കിൽ നല്ല ഒരു അർബൻ ഏരിയയിൽ ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന ഏരിയയിലായിരിക്കണം നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, ഒരു ട്രാവൽ ഏജൻസി തുടങ്ങേണ്ടത്, അല്ലേ? നോക്കിക്കേ, ബിസിനസ് പ്ലാൻ അല്ലെങ്കിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് എന്ന് പറയുന്നത് ലൊക്കേഷൻ ഓഫ് ദ ബിസിനസ്. മോസ്റ്റ് ഓഫ് ദ ട്രാവൽ ഏജൻറ്റ്സ് ഹാവ് ദെയർ ഓഫീസസ് ഇൻ ബിഗ് സിറ്റീസ് വിത്ത് ബ്രാഞ്ചസ് ഇൻ സ്മാൾ ടൗൺ. ഇൻ സ്മാൾ ടൗൺ ഓൾസോ പീപ്പിൾ ഹാവ് സെറ്റിംഗ് അപ്പ് ദെയർ ഓൺ ട്രാവൽ ഏജൻസി. അതെ, വലിയ വലിയ ട്രാവൽ ഏജൻസികളാണെങ്കിൽ അവരുടെ ഹെഡ് ഓഫീസ് സിറ്റികളിലും അതുപോലെ തന്നെ അതിൻ്റെ ബ്രാഞ്ചസ് എവിടെയും കാണും, ചെറിയ ചെറിയ സ്മാൾ ടൗണുകളിലും കാണും. ചിലർ ഈ സ്മാൾ ടൗണിൽ തന്നെ മാത്രമായിട്ട് ഒരു ട്രാവൽ ഏജൻസി തുടങ്ങും. അത് ട്രാവൽ ഏജൻറ്റ്സ് കോമ്പീറ്റ് ഫോർ ബിസിനസ് ഇൻ ദ ഏരിയ വെയർ ദേ ആർ ലൊക്കേറ്റഡ്. ഹെൻസ് വൈൽ ഡിസൈഡിങ് ദ ലൊക്കേഷൻ ഓഫ് ദ ഓഫീസ് മേക്ക് ഇറ്റ് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ദ മാർക്കറ്റ് പ്ലേസ്, അല്ലേ? നോക്കിക്കേ, വിത്ത് ക്ലോസ് ആക്സസ് ടു ബിസിനസ് ഓർ ഇൻഡസ്ട്രി സെൻറ്റേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അതർ ഓഫീസസ് ഓർ നൈബർഹുഡ് ഓഫ് റെസിഡൻസ് ഹു ട്രാവൽ എ ലോട്ട്. ഹെൻസ് ദ സ്പോട്ട് സർവേസ് ആർ റിക്വയർഡ് ഫോർ ഡിസൈഡിങ് ദ ലൊക്കേഷൻ, അല്ലേ? അപ്പോൾ ലൊക്കേഷൻ ഡിസൈഡ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ലൊക്കേഷൻ എന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. വലിയ വലിയ ബിസിനസ്സൊക്കെ ആണെങ്കിൽ നമുക്ക്
നമുക്ക് ഒരിടത്ത് ഹെഡ് ഓഫീസും, അതായത് വലിയ വലിയ ടൗണുകളിൽ ഹെഡ് ഓഫീസും സ്മോൾ ടൗണുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്രാഞ്ചും ഫോം ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ചെറിയ ടൗണിൽ വേണമെങ്കിലും ബ്രാഞ്ച് ഫോം ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്മോൾ ട്രാവൽ ഏജൻസി ആയിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്താണ് മെയിനായിട്ട് എന്ന് വെച്ചാൽ അത് മാർക്കറ്റ് പ്ലേസ് ആയിരിക്കണം, അവിടെ ബിസിനസ്സിനും ഇൻഡസ്ട്രി സെൻറ്റേഴ്സ് ആയിരിക്കണം, അതുപോലെ തന്നെ എപ്പോഴും എല്ലാവർക്കും വന്നു ചേരാൻ പറ്റുന്നൊരു കാര്യമായിരിക്കണം, ഒരു ഏരിയയും ആയിരിക്കണം എന്ന് പറയുന്നത് ട്രാവൽ ഏജൻസിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ട്രാവൽ ഏജൻസി തുടങ്ങുന്നതിന് മുമ്പേ സ്പോട്ട് സർവേയിൽ അല്ലെങ്കിൽ സർവേകൾ നടത്തണം, അല്ലേ? ഇവിടെ ഇപ്പോൾ ട്രാവൽ ഏജൻസിയുടെ ആവശ്യമുണ്ടോ, ട്രാവൽ ഏജൻസി ഉണ്ടെങ്കിൽ ഇവിടെ ആൾക്കാർ വരുന്നുണ്ടോ, ഇവിടെ ഇൻഡസ്ട്രിയും ബിസിനസ്സും ഒക്കെ ഉണ്ടോ, അല്ലേ? ഇതൊക്കെ ചോദിച്ചിട്ട് അവിടെ ആ ലൊക്കേഷൻ നല്ല ലൊക്കേഷൻ ആണെങ്കിൽ മാത്രമേ അവിടെ എന്ത് ചെയ്യാൻ പറ്റൂ, അവിടെ ആ ഒരു ട്രാവൽ ഏജൻസി തുടങ്ങാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഒന്നെന്ന് പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സിലാണ് ഏതും വരുന്നത്, ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടെന്ന് പറയുന്നത് അപ്രൂവൽ ബൈ കൺസേൺഡ് പാർട്ടീസ് അല്ലെങ്കിൽ കൺസേൺഡ് ബോഡീസ്. നമ്മൾ ഒന്നാമത് പറഞ്ഞ എന്താണ്, ഇൻഫ്രാസ്ട്രക്ചറാണ്. രണ്ട് പറഞ്ഞ എന്താണ്, അപ്രൂവൽ ബൈ കൺസേൺഡ് ബോഡി. അതായത് ട്രാവൽ ഏജൻസിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അപ്രൂവൽ മേടിക്കണം. നോക്കിക്കേ, എ ട്രാവൽ ഏജൻസി റിക്വയർസ് സർട്ടൻ അപ്രൂവൽ ഫോർ ക്യാരിയിങ് ദ ബിസിനസ് ആൻഡ് ഇൻ ദിസ് റിഗാർഡ് ആൻ അപ്രൂവൽ ഫ്രം ദ ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ വിച്ച് ഈസ് ദ വേൾഡ് ഓർഗനൈസേഷൻ ഓഫ് ഷെഡ്യൂൾ എയർലൈൻ ഈസ് വെരി യൂസ്ഫുൾ. എന്ത് വേണം എന്നാണ് പറയുന്നത്, ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ അയാട്ടയിൽ നിന്ന് എന്ത് മേടിക്കണം, നമ്മൾ അപ്രൂവൽ മേടിക്കണം. ഓക്കെ, അപ്രൂവൽ ബൈ കൺസേൺഡ് ബോഡീസ് എന്ന് പറഞ്ഞാൽ ഈ ട്രാവൽ ഏജൻസിയുമായി ബന്ധപ്പെട്ട ഓർഗനൈസേഷനാണ് അയാട്ട, ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. അതിൽ നിന്ന് അപ്രൂവൽ മേടിച്ചിരിക്കണം. അയാട്ട ഹാസ് വർക്ക്ഡ് ഔട്ട് ഇന്റർനാഷണൽ ഫെയർസ് ആൻഡ് റേറ്റ്സ് ആൻഡ് യൂണിഫോം ട്രാൻസ്പോർട്ടേഷൻ ഡോക്യുമെന്റ്സ് ടു ഫെസിലിറ്റേറ്റ് ദ കാരേജ് ഓഫ് പാസഞ്ചേഴ്സ് ആൻഡ് കാർഗോ വേൾഡ് വൈഡ്. അപ്പോൾ അയാട്ട എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ്. അപ്പോൾ അവർ എന്താണ്, ഇൻ്റർനാഷണൽ ഫെയർസും റേറ്റ്സുമാണ് അവരെന്ത് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂണിഫോം ട്രാൻസ്പോർട്ടേഷൻ ഡോക്യുമെൻറ്റ്സ്, ആർക്കായാലും ഒരേ രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഡോക്യുമെൻ്റാണ്. ഇപ്പോൾ എയർലൈൻ ടിക്കറ്റ് ആയാലും എയർവേ ബിൽസ് ആയാലും എല്ലാം യൂണിഫോമാണ്, ഒരേപോലത്തെയാണ്. ആൻഡ് അയാട്ട അപ്രൂവ്ഡ് പാസഞ്ചർ സെയിൽസ് ഏജൻറ്റ് ഈസ് ആൻ ഏജൻറ്റ് ഹൂ ഈസ് കേപ്പബിൾ ഓഫ് റിസീവിംഗ് കമ്മീഷൻ ഓൺ ഇൻ്റർനാഷണൽ എയർ ട്രാവൽ ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ അയാട്ട അപ്രൂവ് ചെയ്ത കുറേ ഏജൻറ്റ്സ് ഉണ്ടായിരിക്കും, അല്ലേ? അയാട്ട അപ്രൂവ് ചെയ്ത സെയിൽസ് ഏജൻറ്റ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ അയാട്ടയിൽ നിന്ന് എന്ത് കിട്ടുള്ളൂ, കമ്മീഷൻ കിട്ടുള്ളൂ. ദിസ് കമ്മീഷൻ ഈസ് പെയ്ഡ് ഓൺലി ടു ദ അപ്രൂവ്ഡ് ഏജൻറ്റ്. അപ്രൂവ്ഡ് ഏജൻറ്റിന് മാത്രമേ കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യും. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു നമ്മളൊരു പാക്കേജ് ടൂർ അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അയാട്ടയിൽ നിന്ന് കമ്മീഷൻ കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എന്താണ്, അപ്രൂവൽ ബൈ കൺസേൺഡ് ബോഡി. ഇവിടെ കൺസേൺഡ് ബോഡി എന്ന് പറയുന്നത് ഏതാണ്, അയാട്ട, അതായത് ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷനാണ്. ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷനിൽ നിന്ന് അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റൂ, അല്ലെങ്കിൽ ട്രാവൽ ഏജൻസി തുടങ്ങാൻ പറ്റൂ. ഓക്കെ, നോക്കിക്കേ, ഇനിയിപ്പോൾ അയാട്ടയിൽ അപ്രൂവൽ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് അടുത്ത പറയുന്നത്. ഫോർ മേക്കിംഗ് അപ്രൂവൽ, ഫോർ അപ്ലൈയിങ് അയാട്ട അപ്രൂവൽ ആൻ ആപ്ലിക്കേഷൻ ഹാസ് ടു ബി സബ്മിറ്റഡ്. എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് റിക്വസ്റ്റ് ഫോമിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ആൻഡ് സെൻഡ് ടു സെക്രട്ടറി ഏജൻസി ഇൻവെസ്റ്റിഗേഷൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അത് അയാട്ടയിലോട്ട് അയച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് അപ്രൂവൽ വേണം എന്നും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, അയാട്ടയിലോട്ട് അയച്ചു കൊടുക്കണം. അവിടെയാണെങ്കിൽ ഇൻ ദിസ് റിഗാർഡ് ദ ഫോളോയിങ് ആസ്പെക്ട്സ് ആർ ചെക്ക്ഡ്. അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ, പ്രൊസീജിയേഴ്സ് പറയും. ആ പ്രൊസീജിയേഴ്സ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ അയാട്ടയുടെ അപ്രൂവൽ കിട്ടും. നോക്കിക്കേ, എബിലിറ്റി ടു ജനറേറ്റ് ആൻഡ് പ്രൊക്യൂർ എയർ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ, പ്രൊഫഷണൽ സ്റ്റാൻഡിംഗ്, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, ബിസിനസ് പ്രിമൈസസ്, സ്റ്റാഫ് എബിലിറ്റി ആൻഡ് എക്സ്പീരിയൻസ്, ഫൈനൽ ഇൻസ്പെക്ഷൻ ഈസ് ഹെൽഡ് ആൻഡ് അപ്രൂവൽ ഈസ് ഗിവൺ ബൈ ദ അയാട്ട. അപ്പോൾ നമ്മൾക്ക് ആ അയാട്ടയിൽ എന്ത് വേണം, അപ്രൂവൽ വേണമെങ്കിൽ നമ്മൾ അവിടെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം, സെക്രട്ടറിക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം അവർ ഇനി പറയുന്ന കാര്യങ്ങൾ നോക്കും. ഇനി പറയുന്ന കാര്യങ്ങൾ നമ്മുടെ കമ്പനി, നമ്മുടെ ട്രാവൽ ഏജൻസി ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, അയാട്ടയുടെ അപ്രൂവൽ കിട്ടുള്ളൂ. നോക്കിക്കേ, എന്തൊക്കെയാണ് നോക്കിക്കേ, എബിലിറ്റി ടു ജനറേറ്റ് ആൻഡ് പ്രൊക്വയർ എയർ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ. എയർ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ എയർ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കമ്പനി ആയിരിക്കണം. പ്രൊഫഷണൽ സ്റ്റാൻഡിങ്, നല്ലൊരു സ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടായിരിക്കണം. ബിസിനസ് പ്രിമൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫർണിച്ചറും അസറ്റും എല്ലാം. സ്റ്റാഫ് എബിലിറ്റി ഉണ്ടായിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, അയാട്ടയുടെ അപ്രൂവൽ കിട്ടുള്ളൂ. ഇറ്റ് ഈസ് വർത്ത് മെൻഷനിങ് ഹിയർ ദാറ്റ് അയാട്ട ഏജൻറ്റ്സ് ഗെറ്റ് 9% കമ്മീഷൻ ഓൺ ഇൻ്റർനാഷണൽ എയർ ടിക്കറ്റ് ആൻഡ് 6% ഓൺ ഡൊമസ്റ്റിക് എയർലൈൻ ടിക്കറ്റ്. നോക്കിക്കേ, അയാട്ടേൻ്റെ
9% കമ്മീഷൻ. ഇൻ്റർനാഷണൽ എയർ ടിക്കറ്റ് ആണെങ്കിൽ 9% കമ്മീഷനും 6% കമ്മീഷൻ എവിടെയും കിട്ടും, ഡൊമസ്റ്റിക് എയർലൈൻ ടിക്കറ്റിലും കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ട്രാവൽ ഏജൻസി സെറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കേണ്ടത്. അത് ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്. രണ്ടെന്ന് പറഞ്ഞാൽ അപ്രൂവൽ ഫ്രം കൺസേൺഡ് ബോഡി. മൂന്നെന്ന് പറഞ്ഞാൽ റെക്കഗ്നീഷൻ ഫ്രം പ്രിൻസിപ്പൽ സപ്ലയേഴ്സ്. നാലെന്ന് പറഞ്ഞാൽ ഇൻസെൻറ്റീവ്സ് ആൻഡ് ബെനിഫിറ്റ്. അതിലൊന്നും നമ്മൾ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ്. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ചാൽ ഓഫീസസും അതുപോലെ തന്നെ ഫർണിച്ചറും. പിന്നെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സാലറി ഫോർ ദ സ്റ്റാഫ്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻ്റ് ഒക്കെ മേടിക്കാനുള്ള പൈസ, അതൊക്കെയാണ് ഏതെന്ന് പറയുന്നത്? ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ മെയിനായിട്ട് നമ്മൾ വേറൊരു കാര്യം പറയുന്നുണ്ട്, ലൊക്കേഷൻ ഓഫ് ദ ട്രാവൽ ഏജൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈ രണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? അപ്രൂവൽ ബൈ കൺസേൺഡ് ബോഡി. ഇവിടെ കൺസേൺഡ് ബോഡി എന്ന് പറഞ്ഞാൽ അയാട്ടയാണ്, ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷനാണ്. അയാട്ടയിൽ നിന്ന് അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റൂ. അയാട്ടയിൽ അപ്രൂവൽ കിട്ടണമെങ്കിൽ ഇപ്പോൾ കുറച്ച് പ്രൊസീജിയേഴ്സ് ഫുൾഫില്ല് ചെയ്തിരിക്കണം. എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ള കമ്പനി ആയിരിക്കണം. അതുപോലെ തന്നെ നല്ല സ്റ്റാഫ് എബിലിറ്റി ഉണ്ടായിരിക്കണം. ഇങ്ങനെയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അയാട്ടയിൽ നിന്ന് അപ്രൂവൽ കിട്ടുകയുള്ളൂ. ഓക്കെ.